ഒരു വാഴക്കൂമ്പ് കറിയൊക്കെയാന്ന് വിചാരിച്ചു. ഒരു വാഴക്കൂമ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. നമ്മളെ തോട്ടത്തിൽ തന്നെ ഇല്ല, തന്നെ കൊല മൂത്ത് വരുന്ന അത്ര. വാഴക്കൊല പഴുത്തുപോയി, വവ്വാൽ വന്നിനിത്. ഞാൻ വരാൻ കുറേ വൈതു, പിന്നെ കുറേ ദിവസമായി തോട്ടത്തിലേക്കൊന്നും വരാത്തത്. ഞാൻ ഈ വാഴത്തുണ്ടൊന്ന് തരിച്ചെടുക്കുന്നുണ്ട്, ഉച്ചക്കത്തെ ചോറിന് കറി വറവാക്കാന്ന് പറഞ്ഞിട്ട്. ഉപ്പ് ഇടുന്നുണ്ട് ഞാൻ. ഇതിങ്ങനെ തിരുമ്പിയിട്ട് ഇതിൻ്റെ വെള്ളം കളയണം, കയ്പ്പുണ്ടാവും. പിഴിഞ്ഞിട്ട് ഇതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് വേണം കറി വെക്കാൻ. നമ്മൾ ഇങ്ങനെയാണ് വെക്കൽ. അപ്പം അതിൻ്റെ കൈക്ക് ഉപ്പ് പോവും, അല്ലെങ്കിൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. ഇത് വെളുത്തുള്ളി, ഇത് 4 കാന്താരി മുളകും കൂടി ചതച്ചിട്ട് ഇടാം. ഇത് തേങ്ങ, ഇത് ഞാൻ ചതച്ചെടുക്കും. കാന്താരിയും ഉള്ളിയും ചതച്ചു ഞാൻ ഇതായിട്ട്. നമ്മളിവിടെ ഇന്ന് ഭയങ്കര മഴയാണ്, രാവിലെ മഴ തന്നെ. നിങ്ങളെ നാട്ടിലെല്ലാം മഴയുണ്ടോ? അപ്പം കഴിക്കുന്നുണ്ട് ഞാനിത്. പോരെ, ഇത്ര മതിയല്ലേ? കടുക് ഇടുന്നു. നമ്മളെല്ലാം ആക്കുമ്പോൾ മൺപാത്രത്തിൽ തന്നെയാണ് ആക്കൽ. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കൂമ്പ് തരിച്ചതരത്തേക്ക് ഇട്ടിട്ട് പിന്നെ കാന്താരിയും വെളുത്തുള്ളിയും ചേർക്കും. കാന്താരിയും വെളുത്തുള്ളിയും ഇട്ടു. കറിവേപ്പില ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാക്കി വെച്ച തകരിച്ചിട്ട് വെച്ച ഉപ്പ്, ഉപ്പ് നമ്മൾ മുമ്പേ ചേർത്തിന്, പിന്നെ ഇടനി. അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, കുറവാകുന്നുണ്ട്, അതിന് പിന്നെ ചേർക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. നമ്മളെന്ത് കറി വെക്കുമ്പോഴും നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാതെ ഇല്ല, എല്ലാറ്റിനും മഞ്ഞൾപ്പൊടി ചേർക്കലുണ്ട്. തേങ്ങ നമ്മൾ ഇത് ചരിയിച്ച് കൊണ്ടുവന്ന് ചേർക്കുന്നുണ്ട് ഇതിൽ. തേങ്ങയും പിന്നെ കൂമ്പ് ഒന്ന് വേവട്ട്. കൂമ്പ് കറി റെഡിയായി. എന്താ